ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. എന്റെ വായിൽ നിന്നൊക്കെ തെറിച്ചാ പായസം കുടിച്ച് തന്നെയാടാ. ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത്ര നാളെ കണ്ടിട്ട് അല്ലേ? നാട്ടിലിപ്പം നല്ല മഴയാന്നറിയാം. മൂടി ക്ലൈമറ്റില് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് വ്ളോഗൊക്കെ കാണുമ്പോൾ കുറച്ച് മിക്സറൊക്കെ എടുത്ത് കഴിച്ച് ആ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ നമ്മളെ വ്ളോഗ് കാണാം. ഇനി ഇങ്ങോട്ട് ഡെയിലി വ്ളോഗ് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഡെയിലി വ്ളോഗ് തുടങ്ങാണ്. എത്ര നാളത്തേക്കെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ പോകും. ഓക്കെ, നേരത്തെ തുടങ്ങാൻ വിചാരിച്ച, പക്ഷേ എനിക്ക് സ്കൂളും കാര്യങ്ങളെല്ലാം കുറച്ച് ഇവൻ ബിസി ആയിരുന്നു. ഒരു 2-3 ദിവസം മുന്നെയാണ് ഗ്രാജുവേറ്റ് ആയത്. പിന്നെ ഇനി അങ്ങോട്ട് ഇവന് ഫ്രീ ആണ്. ഇവൻ പിന്നെ എന്താ പറയാ, കൺഗ്രാറ്റ്സ് വരട്ടെ. അപ്പൊ ഇവൻ ഫ്രീ ആണ് ഇനി മുതൽ അങ്ങോട്ട്. അതുകൊണ്ട് ഇവൻ എഡിറ്റ് ചെയ്യുന്ന ഉറപ്പ് വന്നതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ഡെയിലി വ്ളോഗ് തുടങ്ങാൻ നല്ലൊരു വൈബിലാണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ തിരക്കാണ്. പക്ഷെ അതൊക്കെ നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ വരട്ടെ, നിങ്ങൾക്ക് ഒരു റുട്ടീൻ ആവട്ടെ. നമ്മൾ പൊളിക്കും. നമ്മൾ ഇന്ന് മാളിൽ പോവാണ്. കുറച്ച് സാധനം വാങ്ങാണ്ട് ഇവന് ഗ്രാജുവേഷൻ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം. വേറൊരു സംഭവം കൂടി ഉണ്ടായി, ഞാൻ പറയാം. അതുകൂടി വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും കേട്ടാ. നല്ല മഴ, ഹെവി മഴ. അതാ പിന്നെ നിങ്ങൾ എന്നെ കാണുമ്പം വ്യത്യാസം ഉണ്ടാവും. വേണ്ട, ബസ്കറ്റ് അടിച്ച് ഇത് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഞാനും അടിച്ച്, ഇവനും അടിച്ച്. ഇവന്റെ പക്ഷെ കുറച്ച് വളർന്നു തുടങ്ങി. വേറെ കാര്യം പറയാനുണ്ട്. ഇത് കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ? ഇത് നമ്മളെ ബ്രാൻഡാണ്. ഇതാ വൈബ്സോണിന്റെ ബ്രാൻഡ് ഷർട്ടാണ്. നേവി ബ്ലൂ ലിനൻ, 100% ലിനൻ ഷർട്ടാണ്. ഈ വ്ളോഗിൽ ഞാനിപ്പോ ഇതിന്റെ അടിയിൽ ഒരു കൂപ്പൺ കോഡ് ഇടാം. ആ കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ 200 രൂപ ഓഫ് കിട്ടും. ഇതൊക്കെ വരുമല്ലേ, വാങ്ങി ഇട്ട് പൊളിക്ക്. വൈബ്സോൺ ഭാഗാവ്, നമ്മളെ ബ്രാൻഡിന്റെ ഭാഗാവ്, നമ്മുടെ ഫാമിലിയുടെ ഭാഗാവ്. ഈദ് മുബാറക് വിത്ത് വൈബ് സോൺ. ഓക്കെ, അപ്പൊ ഗൈസ് ഇപ്പൊ തുടങ്ങാല്ലേ നമുക്ക്? ഓണല്ലേ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മള് പോവും. ലെറ്റ്സ് ഗോ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ, എനിക്കത് അറിയണം. സുഖല്ലേ നിങ്ങൾക്ക്? ഹാപ്പി അല്ലേ നിങ്ങള്? നമുക്ക് ഉണ്ടാ പേടി പൊളിക്കുന്നമ്മ. ഓക്കെ, അപ്പൊ മാളിലെത്തിയിട്ട് കാണാം, അല്ലെങ്കിൽ അതിന്റെ മുന്നേ കാണാം. പിടിച്ചാച്ച് പോലീസ് പിടിച്ചു. ഇവിടെ പോലീസ് അവരെ തന്നെ പിടിച്ചാ. മുന്നിൽ വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ നമ്മളിപ്പോ മാളിന്റെ അങ്ങോട്ട് എത്താനായി. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് കൂടി. 13 വർഷം പഠിച്ചതില് അവർക്ക് 3 വർഷം നാട്ടിൽ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. നാട്ടില് LKG UKG ഫസ്റ്റ്, അംഗൻവാടി കൂട്ടുവാണെങ്കിൽ 5-6 ഉണ്ട്. നേരത്തെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നാളെ അമ്മേന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. പക്ഷെ ഇന്ന് സർപ്രൈസ് കൊടുക്കൂല. ഇന്ന് നമ്മൾ ഗിഫ്റ്റ് വാങ്ങി വെക്കും, എന്നിട്ട് നാളെ സർപ്രൈസ് കൊടുക്കും. അച്ഛൻ ഇന്ന് പോവും, നാളെ ബർത്ത്ഡേ. അപ്പൊ നാളെ നമ്മൾ സർപ്രൈസ് കൊടുക്കും. അതാണ് പ്ലാൻ കേട്ടാ. പറ, മറന്നുപോയില്ലേ? ശരി. പിന്നെ അതുപോലെ നമ്മൾ തിരിച്ചു പോയിട്ട് അജുവാന്റെ വീട്ടിൽ പോകും. നമ്മളെ സിവിക്ക് ഒന്ന് കുറച്ച് റാപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ അത് പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അവിടെ ഒന്ന് കുറച്ചു നേരം കൂടും കേട്ടാ. പിന്നെ നമ്മളിപ്പോ പോകുന്നത് ചിക്കൻ പൊട്ടിത്തെറിച്ചാണ്. പിന്നെ ഫുള്ള് തിരക്കാട്ടാ. ഇന്ന് മെമ്മോറിയൽ ഡേ വീക്കെൻഡ് ആണ്. ഇന്ന് ആക്ച്വലി തിങ്കളാഴ്ചയാണ്. ഈ ഒരു ദിവസം എല്ലാവർക്കും ലീവ് കൊടുക്കും, എല്ലാം അവധിയാണ്. നമ്മളിപ്പം ബോക്സിങ്ങിന് പോകുന്നുണ്ട്, ഞാനും ശ്രീഹരിയെല്ലാം. ബോക്സിംഗ് ക്ലാസ് ലീവ്, നമ്മളിൽ ജോലിക്ക് ലീവ്. അപ്പോൾ മെമ്മോറിയൽ ഡേന്റെ ഭാഗമായിട്ട് എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇത്. ഇപ്പൊ ഭയങ്കര തിരക്കാണ് മാളിൽ. നമ്മളിങ്ങനെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4/21 ആണേ. ഇതിന്റെ ഉള്ളിൽ കണ്ടോ, ഫുള്ള് അവർ ക്ലിയർ ചെയ്ത്. ഈ സ്റ്റോർ അടച്ചുപൂട്ടി. നമുക്ക് വേറെ വഴി നോക്കാം. ഒരു വഴി നമുക്ക് തുറന്നിട്ടില്ലെങ്കിൽ മറ്റേ വഴിയിലെ കൂടെ നമ്മൾ സഞ്ചരിക്കാൻ പഠിക്കണം. ഇവന് സോഷ്യൽ ആൻസൈറ്റി ഉണ്ട് കേട്ടാ. ഇവൻ ഈ എന്താ പറയുക, പബ്ലിക്കായിട്ട് പോയിട്ട് ഈ വ്ളോഗെല്ലാം എടുക്കുമ്പോൾ ആൾക്കാർ നോക്കോ, മറ്റേ ചിരിക്കോ, കളിയാക്കോ എന്നൊക്കെയുള്ള സംഭവം ഉണ്ട്. നമുക്കുണ്ടാ പേടി. വേർക്കാൻ തുടങ്ങി. എന്തിന് ടെൻഷനായിട്ടാ? എന്തിനാടാ? എടാ, അവരൊന്നും നമ്മളെ മൈൻഡാക്കിക്കൊണ്ട് നിൽക്കുമല്ല. എനിക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ല. ഇവഞ്ചലി മാറ്റിയെടുക്കണം. ആരും നോക്കിയാലും നോക്കട്ടെ, ചിരിച്ചിരിക്കട്ടെ. അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി ഷെയ്ക്കാൻ്റെ കൊടുക്കും. സുഖം. അറിയുന്ന ആളുണ്ടാവും. ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി അടിക്കാൻ വേണ്ടിയാണ്. വണ്ടി ഇടിക്കോ? എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ ബ്രെയിൻ പ്രോസസ് ആയിട്ടില്ലേ. ഞാൻ പോയി സംസാരിച്ചു, എന്നിട്ട് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു അസ്ഗാൻ. എന്നിട്ട് ഞാൻ പിന്നെ അയ്യോ ഇത് മലയാളിയാണല്ലോ. ശരിക്കും തിരക്കില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. നിനക്ക് നിന്റെ സാധനം ഇടില്ലെങ്കിലോ? ടഫ് ഡിസിഷൻ ആണല്ലോ ശ്രീതി. ഇതാണ് അവൻ നോക്കിയ കട. ഇഷ്ടംപോലെ വേറെയും മാലേൻ്റെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ ഓൻ പറഞ്ഞു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് അതാണ് ഇഷ്ടം, ഇത് മാല മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. ഐ ആം നോട്ട് എ ഫാൻ ഓഫ് ദാറ്റ് ബ്രോ. എനിക്ക് ഇങ്ങനത്തെ തടിച്ച സാധനം ഇഷ്ടമല്ല, അത് തിന്നായിട്ടില്ല ഇഷ്ടം. എന്നിട്ട് നിങ്ങൾ പറയും നീ എന്തിനാടാ ഇത് ഇട്ടത് അല്ലേ? എൻ്റെ ഇത് അടിച്ചത്. പക്ഷെ അത് അവൻ്റെ എൻ്റെ അല്ല. എന്തായി ഏതാ വാങ്ങിയ അറിയാം? ഇതാ ഈ സാധനം കേട്ടാ, അതാ വാങ്ങിയ കേട്ടോ അവൻ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണം.
അപ്പോൾ ഈ സാധനമാണ് അവൻ വാങ്ങിയത്, ഈ നടുക്ക് വെക്കുന്ന സാധനമല്ലേ അതേ സാധനമാണ് വാങ്ങിയത്. അവനത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, അവനത് വാങ്ങി. ഓൾ ഗുഡ്. അപ്പോൾ ശ്രീയറിൻ്റെ സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് അമ്മേൻ്റെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് പോവാം. ഓക്കെ, നമ്മൾ 2 പെർഫ്യൂം വാങ്ങിയിട്ടുണ്ട്. ആർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും പെർഫ്യൂം നല്ലൊരു സംഭവമാണ്. ഓരോ തവണ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും, നല്ലവരാണെങ്കിൽ ഓർക്കും കേട്ടോ, ഇല്ലെങ്കിൽ ഓർക്കൂല. പിന്നെ ഇനി നമുക്കൊരു ചെറിയൊരു ബാഗ് കൂടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി. നല്ല നല്ല പേഴ്സുകളുണ്ട്. നമുക്ക് ഏതാ ഇല്ലെന്ന് എനിക്കറിയില്ല. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റാണ്. ഇങ്ങനത്തെ ഒരു ചെറിയൊരു ലൈസൻസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് കാർഡും ആ വലിയ ബാഗിലിടാം. എടുക്കും. അധികം നമ്മൾ ചിന്തിക്കണ്ടല്ലോ. അതും സ്പ്രേയും നല്ലൊരു ഗിഫ്റ്റ് അല്ലേ തോന്നുന്നുണ്ട് എനിക്ക്. കാരണം യൂസ്ഫുൾ ആണ്, എപ്പോൾ യൂസ് ചെയ്യും. ഒരു കിഡിലൻ ലുക്കിൽ ഒരാളെ കാണാം അല്ല. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോകണം, കാരണം അച്ഛന് പോകാൻ സമയമായി. 1 മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തണം. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. എന്തായാലും നമുക്കുള്ള സാധനം കിട്ടി, ഇവനുള്ള സാധനം കിട്ടി, സെറ്റ്. അത് പോതും നമുക്ക്. ഡോജി ലുക്കിംഗ് ഗുഡ്. സ്റ്റാർട്ട്. വീട്ടിലെ സൗണ്ടാട്ടാ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളന്ന് റാപ്പ് ചെയ്ത് കേട്ടോ. ഇത് അന്ന് നിങ്ങൾ കണ്ടില്ല, റാപ്പിംഗ് വീഡിയോ കണ്ടില്ല. ചെറുങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട്, പക്ഷേ അത് ക്ലീൻ ആക്കണം. ബാക്കിയൊക്കെ കണ്ട നല്ല മഴയിൽ ഇങ്ങനെ മൂടി വെക്കുക. അമ്മേൻ്റെ ഗിഫ്റ്റ് നമ്മൾ കാറിൻ്റെ വെക്കുന്ന അമ്മനെ കാണിച്ചാൽ ഇപ്പോഴേ വേണ്ട, അത് വേണ്ട. നാളെയാണ് ബർത്ത്ഡേ. അപ്പം നാളത്തെ വ്ളോഗിൽ ആണ് കാണിക്കേണ്ടത്. നിങ്ങളോട് ഒരു കാര്യം പറയാൻ, പിന്നില്ലേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 2 ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് നമ്മളെ വൈബ് സോണിൻ്റെ ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. മെയിനായിട്ട് ഈ ക്ലോത്തിങ് ടിപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾക്ക് ഫാഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ടിപ്പ് ഡെയിലി നമ്മൾ ടിപ്പുകൾ പറഞ്ഞു. രണ്ടാമത്തത് ഡെയിലി നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള ടിപ്പുകൾ പറഞ്ഞു തരുന്ന ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ആ ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും സ്റ്റോറി പോസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പിന്നെ ഡിസിപ്ലിൻ ചലഞ്ചസ് ചെയ്യാറുണ്ട്, അല്ലാണ്ടുള്ള ചലഞ്ചസ് കൊടുക്കാറുണ്ട്. ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാനും മെൻ്റൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും അതുപോലെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ ഡ്രസ്സിങ് സെൻസ് എല്ലാം ബിൽഡ് ചെയ്യാനും എല്ലാ തരത്തിലും നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആക്കുന്ന ഒരു ടൈപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലാണ്. പ്രാക്ടിക്കൽ വേസും ഉണ്ട്, അല്ലാണ്ടുള്ള മോട്ടിവേഷൻസും ഡെയിലി തരുന്നൊരു ഗ്രൂപ്പാണ്. നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമ്മൾ കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണ്ട ടിപ്പുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആക്കാനുള്ള ശ്രമം. ബി എ പാർട്ട് ഓഫ് അവർ കമ്മ്യൂണിറ്റി അല്ലേ ശരി. റീച്ച്ഡ് ഹോം. വിശപ്പ് മാറ്റി, ഫുഡ് കഴിച്ചു. ഒരു ചേഞ്ച് ഉണ്ട് നമ്മുടെ റൂമിന്. നിങ്ങളിപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചേഞ്ച്. ഇവനല്ല, ഞാൻ കാണിച്ചുതരാം. ഇതുണ്ടാവും, നമ്മളെ ഫുൾ സെറ്റപ്പ് ഒന്ന് മാറ്റി. പണ്ട് ഇവിടെ ഒരു വലിയ ടേബിളായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ, പണ്ടത്തെ എൻ്റെ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ ഫുൾ പെയിന്റ് ഒന്നും ഇല്ലായിരുന്നു, അത് മൊത്തം പെയിന്റ് അടിച്ച്. അപ്പോൾ ഇരുന്ന് മടുത്താലാക്കി നിന്ന് എടുത്തിയാ. ഈ ഒരു പുതിയ ടേബിൾ വാങ്ങി. അതിൽ പണ്ടത്തെ മൈക്ക് ഉണ്ടായിരുന്നു, മൈക്ക് സെറ്റ് ചെയ്ത്. ഇവിടെ വലിയൊരു മോണിറ്റർ വാങ്ങി. ഇവിടെ നമുക്ക് സ്ട്രീം ചെയ്യാനുള്ള ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കി. ഇവിടെ ഞാൻ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും പറയുന്നത്, എന്താ ക്യാമറ നോക്കി സംസാരിക്കും. യൂട്യൂബിൽ റിയൽ ടോക്ക് പോഡ്കാസ്റ്റിൽ ഞാൻ ലൈവ് സ്ട്രീമിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്യാമറ ഡയറക്റ്റ് നോക്കിയിട്ട് റീൽസൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. സ്മാർട്ട് മൂവ് ആയിട്ട് ഞാൻ ചെയ്തതാണ്. ഓക്കെ, മൊത്തത്തിൽ മാറ്റി. കന്നഡ പൊട്ടനായിരുന്ന ഞാൻ പാട്ട് പാടാനറിയാതെ. ശ്രീഹരിതാ എഡിറ്റ് ചെയ്യുന്ന ഇങ്ങനെയാ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഡാവിഞ്ചി റിസോൾവിലാണ് അവൻ എഡിറ്റ് ചെയ്യുക. പ്രീമിയർ പ്രോ മാറി സ്വിച്ച്. പ്രീമിയർ പ്രോന്റെ ലോയൽ കസ്റ്റമേഴ്സ് ആയിരുന്നു കുറെ നാൾ നമ്മൾ. അപ്പൊ അങ്ങനെ എഡിറ്റിങ്ങിന്റെ ഫുൾ ഭാഗം ഇവൻ നോക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഇല്ല. വീഡിയോ എടുത്തെടുത്തങ്ങ് പോയാൽ മതി. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നാളെ തൊട്ട് എനിക്ക് ജോലിയുണ്ട്. ആ ജോലിയിൽ നിന്ന് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് ഇപ്പോൾ ഫുൾ ആലോചിക്കുന്നത്. കാരണം ജോലിന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാനും പ്രസാദിനും കൂടെ പോകുന്നതും ലഞ്ച് കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇവന്റെ ലൈഫ് ഇവിടുന്ന് എടുക്കും അല്ലേ? എടുക്കാം. ഓ, ഞാൻ നേരത്തെ വീട്ടിലായിരുന്നു. അതൊരു ട്രാൻസിഷൻ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നത്? ഇഷ്ടപ്പെട്ടാ? താങ്ക്സ്. പിന്നെ നമ്മുടെ അജുവേട്ടൻ കുറേ നാളായി വ്ളോഗിലെല്ലാം വന്നിട്ടല്ലേ? അല്ല, അന്ന് നമ്മൾ റാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. എവിടെ സൂപ്പർ എല്ലാത്തിൻ്റെ ആയാലും എനിക്ക് കിട്ടുന്നൊരു കമൻറ്റാണത്. ഇതാ കണ്ടോ, സൂപ്പറാ. കില്ലാടി നെരി പോലത്തെ സാധനം ഇതാ ഇവിടെ ഉണ്ട്. ഇതിപ്പം ജസ്റ്റ് ഓണാക്കി ഇട്ടിട്ടുള്ളത്. ഇത് അങ്ങനെ എടുക്കാറില്ല, കാരണം എല്ലാവർക്കും ജോലി തിരക്കാണ്. വല്ലപ്പോഴും ഒന്ന് പുറത്തെടുത്ത് കുറച്ച് ഓടിക്കും. ബിൽഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചൊരു കാറാണ്. പക്ഷേ ബിൽഡിംഗ് ഇപ്പോൾ കുറച്ച് സ്ലോ ആണ്. ഇത് ഇനി ഇൻറ്റീരിയർ കാണിച്ചില്ല എന്ന് പറയണ്ട, ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആഗ്രഹമില്ല, എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഓക്കെ, പഴയ സാധനമാണ്.
25 വർഷം എന്തോ പഴയ സാധനമാണ്. 25 അല്ലാന്ന് തോന്നുന്നു. കിട്ടലും ക്ലീൻ ആണ് ഇത്രയും വർഷമായാലും. അപ്പോൾ ഇതാണ് സുപ്രേൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാറ്ററിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പോൾ അത് ശരിയാക്കണം. മൊത്തത്തിൽ വണ്ടി ഒന്ന് കാണിച്ചിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതാണ് സുപ്രേൻ്റെ പ്ലാൻ. കുറേ നാളായി വ്ളോഗിൽ കണ്ടില്ല എന്ന് പറയണ്ട. ഇതാണ് സുപ്ര. പിന്നെ ഇത് അജയിന്റെ സിവിക്ക്. ഈ വണ്ടീൻ്റെ ഈ ഭാഗം കണ്ട കുറച്ച് റാപ്പിങ്ങിന്റെ കുറച്ച് വിഷയങ്ങളുണ്ട്. ഈ ഭാഗം ഒന്ന് റാപ്പ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഞാൻ വന്ന വണ്ടി നമ്മളെ ഐസി കൂട്ടൻ. ഓക്കെ, ഐസി ഇത് ശ്രീയനാണ് മെയിനായിട്ട് എടുക്കുന്നത്. ജോലി തിരക്കായതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നും പുറകെ നടക്കാൻ സമയമില്ലാത്തത്. പക്ഷേ ഇനിയിപ്പോൾ ഡെയിലി വ്ളോഗ് ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണും. അതിപ്പോൾ ജസ്റ്റ് ജിമ്മിൽ പോകുന്നതാണെങ്കിൽ ജിമ്മിൽ പോകുന്ന കാണും, വണ്ടി മോഡിഫിക്കേഷൻ ആണെങ്കിൽ അത് കാണും. അപ്പോൾ എല്ലാത്തിൻ്റെയും കുറച്ച് അംശങ്ങൾ എല്ലാത്തിലും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഫ്രണ്ട്സുമായിട്ട് വല്ലപ്പോഴും കൂടുമ്പോൾ അതും വ്ളോഗിലുണ്ടാവും. നിങ്ങൾക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ ഇനി നിങ്ങൾ കാണും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക കേട്ടോ. ഈ സൈഡ് ഓക്കെ. ഗൈസ്, നമ്മൾ ചെയ്തതെന്താ വെച്ചാൽ ഇതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓയിൽ ചേഞ്ച് ചെയ്യും, എന്നിട്ട് നമ്മൾ ഈ റാപ്പ് എങ്ങനെയൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ശ്രമിക്കും. നമുക്ക് തലവേദന എടുക്കുന്നത് ഇത് കേട്ടിട്ടേ. ദൈവം എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് ഇത് അയച്ചു തന്നെയാണ്. എന്ന സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് ശേഷം എൻ്റെ റീലിൽ ഫുൾ സജഷൻ വരുന്ന മൊത്തം ഇതാണേ. ഇതെന്താണ് ഇതെന്ത് സംഭവം? തലക്ക് ഭ്രാന്തായിട്ട് എന്തോ അസുഖം എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട് പിള്ളേരുടെ ഇടയിൽ. കാര്യം ഇത് നോർമൽ അല്ല. ഇത് MDMA കഞ്ചാവും ഒന്നല്ല. ഇത് സിന്തറ്റിക് ഡ്രഗ്സും അല്ല. ഇത് അതിന്റെ അപ്പുറത്തെന്തോ സാധനമാണ്. എന്നിട്ട് ഓക്കെ, ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് മാത്രം മനസ്സിലാവാത്ത. എന്നിട്ട് ഞാനിങ്ങനെ കമന്റുകൾ നോക്കി. അപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായ പോലെയാണ് എല്ലാ കമന്റ് ബോക്സിൽ. അതായത് ഞാൻ എന്തോ അന്യഗ്രഹ ജീവിനെ പോലെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. ബ്രോ ഇതെന്തോ ശരാ. ഇതൊക്കെ കണ്ട നോർമലാവേ എല്ലാവരും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുക വെച്ചാൽ ഇത് യൂസ് ചെയ്യാത്തവന്മാര് ഭ്രാന്തന്മാരെ പോലെ അവർ കാണും. നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താ ഇതെന്താ സംഭവം. ശ്രീഹരി പറഞ്ഞ എന്തോ ബ്രെയിൻ റോട്ട് എന്തോ സാധനമാണ്. ഇറ്റാലിയൻ ബ്രെയിൻ റോട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഗെയിമും ഇതെല്ലാം കളിച്ച് ഈ റീൽസൊക്കെ കണ്ട് ഭ്രാന്താവൂലേ ഒരുമാതിരി ടൈപ്പ് ആൾക്കാർ. മറ്റേ ഇങ്ങനെയുള്ള സാധനം അങ്ങനത്തെ അതെന്തോ ബ്രെയിൻ റോട്ട്. എനിക്ക് അറിയില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കറക്റ്റാന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട് നാട്ടിലും ഇങ്ങനത്തെ വരാൻ തുടങ്ങി. ഇത് എന്ത് പണ്ടാലത് കോവിഡിന്റെ ഒരു പുതിയ വെർഷൻ ആണെന്ന് തോന്നുന്നത്. എന്നാ മക്കളെ നിങ്ങൾക്ക് പറ്റുന്നത്? നോർമലായിട്ട് ആരും ഇല്ലടാ ഇപ്പോ. അയ്യോ ഈ റീലൊക്കെ ബാൻ ചെയ്യേണ്ട സമയട്ടാ. ഓയിൽ ചേഞ്ച് ഡൺ. ഓയിൽ ചേഞ്ച് കഴിഞ്ഞു. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞത് റാപ്പ് ചെയ്യാൻ വരുന്നതാണ്. അതാണ് മനസ്സിൽ പ്ലാൻ ഉണ്ടായത്. കാരണം ആരും ഫുട്ബോൾ കളിക്കാൻ വോട്ട് ചെയ്തില്ല ഗ്രൂപ്പിൽ. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് എല്ലാം മാറി ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്ക് ശ്രീഹരി വന്നു. ഇവൻ ഫ്രീ അല്ലാന്നാണ് വിചാരിച്ചത്. ഇവൻ ഫ്രീ ആയി. അതുപോലെ തന്നെ എല്ലാവരും ഫ്രീ ആയി. നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോവാണ്. ഇനി ഈ വണ്ടികളെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. എനിക്കൊന്നും പറയണ്ട. ഫ്രണ്ട് റീൽ എടുത്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്യും. എല്ലാവരും പോയി സഹായിക്കണം ഇൻസ്റ്റാഗ്രാമിൽ കേട്ടാ. അപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ എനിക്ക് ഈ ഷൂ മാറണം. ഈ ഷൂ ഇട്ടിട്ട് കളിക്കാൻ വേണ്ടി പറ്റില്ല. അതാ ഓക്കെ 5X നോക്ക്. നീ ഈ ഫ്രെയിം നോക്ക്. അവിടെ നമ്മളെ പ്രണവ് ഇവിടെ ഉണ്ട്. ഇതാ റിഷോൺ അവിടെ ഉണ്ട്. ശ്രീഹരി, അജുവേട്ടൻ, പിന്നെ നമ്മളെ ബേസിലോട്ടൻ ഇപ്പോൾ വരും. ഈ ഒരു സ്ഥലത്ത് നമ്മൾ കളിക്കാം. കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഗോളി പോസ്റ്റ്. കണ്ട അപ്പുറം ഒന്ന് വെക്കും. എങ്ങനെയാണ് നമ്മൾ കളിക്കാം. രസം. വൈകുന്നേരം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കളിക്കും. വീട്ടിൽ പോകും. സമാധാനം, സന്തോഷം. കാരണം എപ്പോഴും ജോലി വർക്ക് ജോലി ഇത് തന്നെയല്ലേ മൊത്തം. അതിൻ്റെ ഇടയിൽ ഒരു ഫൺ അല്ലേ ചേട്ടാ? അതാണ്. പാസ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തു. ഫ്രണ്ട് പറ്റിച്ചു. ബേസൽ ബ്രോ വൈ ഡു ദിസ് ടു അസ്. പുള്ളി ഉണ്ട് പറഞ്ഞോട് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ മാറ്റിയത്. പുള്ളി ഇതുവരെ എത്തിയില്ല. ഇപ്പോൾ 9 മണിയായി. എനിക്കറിയില്ല വരുന്നുണ്ടോ അറിയില്ല. വരുന്നുണ്ടോ പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. ഏത് നിമിഷം എത്താം. പക്ഷെ നമ്മൾ വന്ന സംഭവം നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നില്ല. നമ്മൾ കളിക്കാൻ തുടങ്ങുകയാണ്. ശ്രീഹരി നീ ന്യൂട്രലല്ലേ? ഞാനത് ചോദിച്ചു പ്രേക്ഷകരോട്. ഞാൻ പ്രേക്ഷകരോട് ചോദിച്ചത് നീ ആണ്. ഗോപ്രോ ഇപ്പം ചാർജ് തരും. 13% ഉള്ളൂ. എപ്പം വേണമെങ്കിലും ചാർജ് തരും. കുറച്ചേരം കാണിക്കാം. എന്നിട്ട് നമുക്ക് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അറ്റാക്കിങ് മാത്രം. ഞാൻ ഡിഫെൻഡ് ചെയ്യില്ല. ഡിഫെൻഡ് ചെയ്യണ്ട. കളി അറിയില്ല. ഓ എടാ ഞാൻ വെച്ച് ഒരു ഗോള്. 1-0. ഗോൾ. 1-1. എടാ പോയടാ, സോറി. ഇല്ലടാ. 2-1. ഗൈസ്, അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം 6% ഉള്ളൂ ഇപ്പോൾ ചാർജ്. ഓക്കെ, ഒന്നും പറയാനില്ലല്ലോ.
ഡെയിലി വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ശരി, അത്രേ ഉള്ളൂ. അജോട്ടാ ഒന്നും പറയാനില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഡെയിലി വ്ളോഗ് ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വ്ളോഗ് ഉണ്ടാവും. നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമാവാ നിങ്ങൾ കേട്ടാ. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നിൽക്കുക. എന്നിട്ട് നമുക്ക് പൊളിക്കാം. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യും, ശ്രീധരനെ കൊണ്ടാവുന്ന രീതിയിൽ അവനും ചെയ്യും. വേറെ ഒന്നൊക്കെ പറയാനില്ല. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. പീസ്.